Hello everyone, Assalamu alaikum. Welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm doing great. Finally, Ramadan is also here. Alhamdulillah, Alhamdulillah. പഠിച്ചവന് ഏറ്റവും കൂടുതൽ റഹ്മത്തുകളും ബർക്കത്തുകളും ഇറക്കി തരുന്ന ഈ ഒരു മന്തിന് വേണ്ടിയിട്ട് നമ്മൾ വേൾഡിൽ തന്നെ മൊമിനീങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ. ഈ ഒരു വ്ളോഗിൽ എൻ്റെ റമദാൻ ഡേ 1 ഞാൻ ചെയ്ത കാര്യങ്ങൾ ഫ്രം സുഹൂർ ടു ഇഫ്താർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഹോപ്പ് യു എൻജോയ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ഇന്നത്തെ സുഹൂറിന് ഞാൻ വളരെ ലൈറ്റായിട്ട് കുറച്ച് ഡേറ്റ്സും നട്ട്സും സാഫ്രോൺ മിൽക്കും ഒക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്. സുഹൂറിൻ്റെ മുന്നേ ലൈഫിൽ സ്ഥിരമായിട്ട് മരണം വരെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് തഹജ്ജുദ്. അതുകൂടി നിർവഹിച്ചു. തഹജ്ജുദ് പോലുള്ള നിസ്കാരങ്ങൾ ലൈഫിൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഏറ്റവും നല്ല മന്താണ് റമദാൻ. സോ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ അടക്കം ഒരുപാട് സെഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഫോളോ ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വേണമെങ്കിൽ ഖുർആൻ ഓതാൻ വേണ്ടി തന്നെ ആയിരിക്കും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഫോർ ദാറ്റ്. നോർമലി ഖുർആൻ ഓതാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഡബിൾ ടൈമെങ്കിലും മാക്സിമം ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് റമദാനിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇതിനൊക്കെ പുറമെ പടച്ചവൻ്റെ റഹ്മത്തിന് വേണ്ടിയിട്ടും മരണം വരെ ഇബാദത്ത് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കാൻ വേണ്ടിയും പടച്ചവനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞാൽ ഐ എം ജസ്റ്റ് ഡയറക്റ്റ്ലി ഹെഡിങ് ടു ദ കിച്ചൺ. ബിക്കോസ് ഇഫ്താറിന് മെയിനായിട്ട് കഴിക്കുന്ന ഫുഡ് പ്രീ പ്ലാൻ പ്രിപ്പറേഷനിൽ പെട്ടതാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് ഇഫ്താറിലെ മെയിൻ കോഴ്സായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് നൈസ് പത്തിരിയും ചിക്കൻ കറിയാണ്. നൈസ് പത്തിരി ഉണ്ടാക്കാൻ അത്യാവശ്യം നന്നായിട്ട് ടൈം വേണം. ഓൾറെഡി നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇതൊരു നല്ല ഓപ്ഷനാണ്. സോ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ അപ് ടു 1 വീക്ക് വരെ കേടുവരാണ്ടിരിക്കുന്ന രൂപത്തിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. റമദാൻ മാസത്തിലെ ഓരോ പത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർ കേൾക്കുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. സോ റമദാൻ മാസത്തിലെ ആദ്യത്തെ 10 നമ്മളിപ്പോൾ ഉള്ളത്. ഈ ദിവസങ്ങളിൽ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ട് പടച്ചവനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ട ഫസ്റ്റ് 10 ഡേയ്സാണിത്. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് നിരന്തരമായിട്ട് നമ്മൾ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട ഒരു 10 ഡേയ്സാണിത്. അർഹമുർ റഹിമായ തമ്പുരാനെ, നിൻ്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് ചോദിക്കുന്ന 10 ദിവസങ്ങൾ. മുത്തുനബി തന്നെ ഒരുപാട് തവണ റഹ്മത്തിനെ ചോദിച്ചതായിട്ട് നബിയെക്കുറിച്ചുള്ള ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഈ റഹ്മത്ത്. പഠിച്ചവൻ്റെ പേരിൽ തന്നെയുള്ള 2 പദങ്ങൾ ഈ റഹ്മത്തായിട്ട് റിലേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്കറിയോ? അർ റഹ്മാൻ, അർ റഹീം എന്ന 2 നാമങ്ങളും റഹ്മത്ത്, അതായത് കാരുണ്യമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. പഠിച്ചവൻ്റെ റഹ്മത്തിനെ പറ്റിയിട്ട് മുത്തുനബി പറഞ്ഞത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇന്നലില്ലാഹി മിയത്തുർ റഹ്മ, അള്ളാഹുവിന് 100 റഹ്മത്തുകളുണ്ട്. അതിലൊന്നിന് മാത്രമാണ് ഭൂമിയിലുള്ള മനുഷ്യർക്കും ജിന്നുകൾക്കും മൃഗങ്ങൾക്കും പക്ഷിലതാദികൾക്കുമായിട്ട് അള്ളാഹു ഇറക്കി തന്നിട്ടുള്ളത്. ആ റഹ്മത്തിൻ്റെ അംശത്തിൽ നിന്നാണ് ഒരു ഉമ്മ തൻ്റെ മകന് കാരുണ്യം കാണിക്കുന്നതും ഒരു ഉപ്പ തൻ്റെ മകളോട് കാരുണ്യം കാണിക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ബാക്കി 99 റഹ്മത്തുകളും പടച്ചവൻ മറച്ചു വെച്ചിട്ടുള്ളതാണ്. നാളെ ഖിയാമത്ത് നാളിൽ നമ്മൾ പടച്ചവൻ്റെ മുന്നിൽ ഒരു സഹായം ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് പടച്ചവൻ റഹ്മത്ത് നമുക്ക് തരുന്നത് ഈ 99 റഹ്മത്തുകളിൽ നിന്നാണ്. 99 റഹ്മത്ത് നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി റബ്ബ് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് റസൂല് പറയുന്നുണ്ട്. അമലുകൾ കൊണ്ട് റബ്ബിൻ്റെ മുന്നിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റണമെന്നില്ല. പക്ഷേ രക്ഷപ്പെടണമെങ്കിൽ അത് റബ്ബിൻ്റെ കാരുണ്യം കൊണ്ടായിരിക്കും തീർച്ചയായിട്ടും. 500 വർഷം ജീവിച്ച ഒരു മനുഷ്യൻ കടലിൻ്റെ നടുവിലിരുന്ന് ദ്വീപിലിരുന്ന് പടച്ചവന് വേണ്ടിയിട്ട് 500 വർഷം ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യൻ നാളെ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ പടച്ചവൻ പറയുന്നുണ്ട്, എൻ്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോകുന്നു. അത് അദ്ദേഹം നിരസിക്കുകയും അദ്ദേഹം പറയുന്നുണ്ട്, നിൻ്റെ കാരുണ്യം കൊണ്ടല്ല റബ്ബേ, ഞാൻ ചെയ്ത എൻ്റെ ഇബാദത്ത് കൊണ്ട് നീ എന്നെ സ്വർഗത്തിലേക്ക് അയക്കണമേന്ന്. പടച്ചവൻ അത് നിരസിക്കുകയും അദ്ദേഹത്തെ നരകാവകാശിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്റ്റോറിയാണത്. അദ്ദേഹം അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. റബ്ബിൻ്റെ റഹ്മത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണത്. സോ റമദാൻ്റെ ആദ്യത്തെ 10 മാക്സിമം പഠിച്ചവൻ്റെ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ഇന്നി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ ഇന്നി യാ അർഹമർ റാഹിമീൻ,
അല്ലാഹുമ്മ യാ റഹ്മാൻ റഹീമീൻ. ഈ ഒരു കുഞ്ഞു റമദാൻ സെഷൻ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബിലോ. സോ എനിക്കറിയാലോ, റമദാനിൽ മാത്രം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയുണ്ട് എൻ്റെയൊക്കെ വീട്ടിൽ. യെല്ലോ കളറിലാണ് നമ്മളെ വീട്ടിലുണ്ടാവല്, എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ വൈറ്റ് കളറിലും. സോ ഇന്ന് ഞാൻ കണ്ണൂരിൽ ഉണ്ടാക്കുന്ന വൈറ്റ് കളർ റമദാൻ കഞ്ഞിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഈസി ആൻഡ് സിമ്പിൾ ടു മേക്ക്. നമ്മളുടെ ജീരകശാല ബിരിയാണി റൈസിൽ നന്നായിട്ട് ക്രഷ്ഡ് മൂങ് ദാൽ ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്ത് സോൾട്ട് ഇട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അത് കുക്കാവുന്ന ടൈമിൽ നമുക്ക് മെയിൻ കോഴ്സായ നൈസ് പത്തിരിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വറുത്തരച്ച ചിക്കൻ കറി കൂടി പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടി ഞാൻ ചിക്കൻ ലൈറ്റായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഐ ആം ആഡിങ് സം ടർമറിക്, ചില്ലി പൗഡർ, ക്രഷ്ഡ് പെപ്പർ ആൻഡ് സം സോൾട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മിനിമം ഒരു 1 hour റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. റമദാനിൽ ഏറ്റവും കൂടുതൽ 90% ആൾക്കാർ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് they are spending more time for preparing food and less time for doing ഇബാദ. പ്രീവിയസ് ഇയറിൽ ഞാനും അതുപോലെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ടായിരുന്നു. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പഠിച്ചവൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന ഈ ഒരു മാസത്തിൽ വെറുതെ നമ്മൾ ടൈം കളയണ്ടല്ലോ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം നല്ലൊരു സ്വിച്ച് അങ്ങ് നടത്തി. എത്രയും പെട്ടെന്ന് ഏറ്റവും സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ലൈറ്റായിട്ടുള്ള ഫുഡ്സ് മാത്രം സെലക്ട് ചെയ്ത് അത് മാത്രം പ്രിപ്പയർ ചെയ്യും. അതും എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തിട്ട് മാക്സിമം വിവാദത്തിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. സോ ഫസ്റ്റ് റമദാൻ ആയതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സമൂസയും കോഴിയുടെയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള 2 സ്നാക്സ് ആട്ടോ ഇതുണ്ടാക്കുമ്പോൾ ഈ സമൂസ പാസ്ട്രി ഷീറ്റ്സ് ഞാൻ ഔട്ട്സൈഡിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നേ ഇല്ല. ഏറ്റവും നല്ലത് ഹോം മെയ്ഡായിട്ട് ഇതുപോലെ ഡോ പ്രിപ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സമൂസാസാണ്. എനിക്ക് അതാകുമ്പോൾ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് ഫീൽ ചെയ്യും. സോ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടെടുക്കുന്ന സമൂസയിൽ ഓയിലിൻ്റെ കണ്ടൻറ്റും വളരെ കുറവായിരിക്കും. ഔട്ട്സൈഡ് പാസ്ട്രി ഷീറ്റ്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന സമൂസയാണെങ്കിൽ ഓയിൽ പെട്ടെന്ന് തന്നെ അത് ഷീറ്റ്സ് സക്ക് ചെയ്തിട്ടെടുക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ ഫ്രീസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്നാക്സ് ഐറ്റംസ് ആണ്. ഫ്രീസർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചതിൻ്റെ ശേഷം ഇഫ്താറിൻ്റെ ടൈം ആകുമ്പോൾ മാത്രം നമുക്കെടുത്ത് ഫ്രൈ ചെയ്താലും നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ടോഡ്ലേഴ്സിൻ്റെയും കിഡ്സിൻ്റെയും പാരൻസ് ആണ് അല്ലെങ്കിൽ വർക്കിംഗ് വുമൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രീസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്കൊരുപാട് ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലുള്ള സ്നാക്സ് പ്രിപ്പയർ ചെയ്തിട്ടെടുത്താൽ ഡീപ്പ് ഓയിൽ ഫ്രൈ മാത്രം ചെയ്യണം എന്നുമില്ലല്ലോ. നമുക്ക് എയർ ഫ്രൈയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എയർ ഫ്രൈയും ചെയ്യാം. ആൻഡ് ഏത് ഫുഡും ഹെൽത്തി ആയിട്ട് കഴിക്കണോ അൺഹെൽത്തി ആയിട്ട് കഴിക്കണോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മളാണ്. ഇപ്പോൾ ഒരു ഹെൽത്തിയസ്റ്റ് വേ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തത് ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ഫ്ലോറോ അല്ലെങ്കിൽ ബാർലി ഫ്ലോറോ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡീപ്പ് ഓയിൽ ഫ്രൈ ആണ്. നിങ്ങൾക്ക് അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ എയർ ഫ്രയർ യൂസ് ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു വേ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് എപ്പോഴും എനിക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം അൺറിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യുന്നത് മാക്സിമം കൂട്ടിയിട്ട് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അൺറിഫൈൻഡ് ആയിട്ടുള്ള നാച്ചുറൽ ഓയിൽസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് സെക്കൻഡ് ടൈം യൂസ് ചെയ്യാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ഹെൽത്തി ആയിട്ടുള്ള വേ ആണ്. സോ പറ്റുന്ന രീതിയിലൊക്കെ ഹെൽത്തി ആയിട്ട് സ്നാക്സ് പ്രിപ്പയർ ചെയ്യാനും അത് കഴിക്കാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ബെസ്റ്റായിട്ടുള്ളൊരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ റമദാൻ ഒരു ബെസ്റ്റ് മന്താണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്നാക്ക് പ്രിപ്പയർ ചെയ്യുന്ന ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ തീനുകൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാ സ്നാക്കിന് വേണ്ടിയിട്ട് ടൈം ഒത്തിരി സേവ് ചെയ്യാൻ വേണ്ടി പറ്റി. റമദാനിൽ ടൈം സേവ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണല്ലോ. ഏറ്റവും സിമ്പിളായി ഈസിയായി ടേസ്റ്റി ആയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ ഏറ്റവും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇതുപോലെ തേങ്ങ വറുത്തരക്കാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ഈ ഒരു ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലും ചെയ്യുന്നത് അത്യാവശ്യം ഒരു 3 to 4 times യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും കോക്കനട്ട് എടുത്തിട്ട് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് ഇതുപോലെ വറുത്തരച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ് ടു 1 week വരെ നമുക്ക് ഫ്രിഡ്ജിൽ കേടൊന്നും വരാണ്ടതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. റമദാൻ സ്റ്റാർട്ട് ചെയ്യുന്ന 1 week മുന്നേ തന്നെ ഞാനൊരു പ്രീ പ്ലാനർ പ്രിപ്പയർ ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു, സ്പെഷ്യലി ഫോർ ഫുഡ്സ്. അതിൽ ഫ്രിഡ്ജ് സ്റ്റോറേജ് ഫുഡ്സും ഫ്രീസർ സ്റ്റോറേജ് ഫുഡ്സ് എന്ന് പറഞ്ഞ് 2 കാറ്റഗറി പ്രിപ്പയർ ചെയ്തിട്ട് അതിലാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും റൈറ്റപ്പ് പ്ലാൻ ഉണ്ടാക്കിയതിൻ്റെ ശേഷം എനിക്ക് പറ്റുന്നത്ര ഫുഡ്സ് ഞാൻ
ഫ്രീസർ, ഫ്രിഡ്ജ് സ്റ്റോറേജ് ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഒരുപാട് ടൈം ഈ ഒരു ഡേ 1 റമദാൻ തന്നെ എനിക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റി. സോ ടൈമില്ലാന്ന് റമദാനിൽ ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. ഇതുപോലെ ഫ്രിഡ്ജ് സ്റ്റോറേജ് അല്ലെങ്കിൽ ഫ്രീസർ സ്റ്റോറേജ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കേടുവരാണ്ട് നമുക്ക് ഫുഡ്സൊക്കെ സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ടൈം സേവ് ചെയ്യാനും പറ്റും. നോമ്പിൻ്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി എന്ന് പണ്ട് വല്യുമ്മച്ചൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. അന്ന് ഇതുപോലെ മൈൻഡ് ചെയ്യാതെ പോയ വേറൊരു ഫുഡ് ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഈ നോമ്പ് കഞ്ഞി ഇന്ന് എൻ്റെ ഫേവറേറ്റ് ആട്ടോ. എൻ്റെ നാട്ടിൽ ജീരകക്കഞ്ഞിയാണ് ഉണ്ടാക്കൽ, കാക്കൻ്റെ നാട്ടിൽ ഈ ഒരു വൈറ്റ് കളറിലെ കഞ്ഞിയാണ് ഉണ്ടാക്കൽ. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഈ ഒരു കഞ്ഞി ശരിക്കും ഒരു മെഡിസിൻ ആണെന്ന് ഞാൻ പറയും. ഒരുപാട് ഓയിലി ഫുഡ്സൊക്കെ കഴിക്കുന്നതിന് പകരം ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ വയറിന് നല്ലൊരു റീഫ്രഷ് ഫീലാട്ടോ. ആൻഡ് ഇത് നമുക്ക് അപ് ടു 2 to 3 days വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. സ്റ്റോർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ജീരകശാല റൈസും അതിലേക്ക് ബ്രോക്കൺ മൂങ് ദാളും കൂടി ഇട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ സോൾട്ട് ഇടാണ്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം. എന്നാലാണിത് പൊളിച്ചു പോവാണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ 2 to 3 days ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഏത് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴും മാക്സിമം ടൈം എവിടെയൊക്കെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഓൾറെഡി ഒരു പ്രീ പ്ലാനർ പ്രിപ്പയർ ചെയ്ത് വെച്ചതുകൊണ്ട് അൽഹംദുലില്ലാ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഞാൻ അത്യാവശ്യം നന്നായിട്ട് ടൈം സേവ് ചെയ്യുന്നുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച കഞ്ഞിയിലേക്ക് നമുക്കൊരു അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു 1/2 കപ്പ് കോക്കനട്ട്, അതിലേക്കൊരു ചെറിയ പീസ് ഒണിയനും 1 tablespoon ജീരകം, പെരിഞ്ജീരകം, ഹോൾ ക്യുമിൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വാട്ടർ ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച കഞ്ഞിയിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. കോക്കനട്ടൊക്കെ നന്നായിട്ട് കുക്കാവുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരും. അപ്പോഴേക്കും ആ കഞ്ഞി റെഡി. ആൻഡ് അൽഹംദുലില്ലാ മെയിൻ കോഴ്സിൻ്റെ എല്ലാ ഫുഡ്സും പ്രിപ്പയർ ആയി. ഇഫ്താർ ഡ്രിങ്ക് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് റൂഹ് അഫ്സൻ്റെ ഡ്രിങ്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 tablespoon കസ്കസ് 5 minute വാട്ടറിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഈ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മളുടെ നോമ്പ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ആ ഒരു കോക്കനട്ടിൻ്റെ മിക്സ് ആഡ് ചെയ്തപ്പോഴാണ് ശരിക്കും ഒരു കഞ്ഞിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്മെല്ലങ്ങ് വരുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ കഞ്ഞി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് റിയലി ഗുഡ് ആൻഡ് യമ്മി. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇഫ്താർ ഡ്രിങ്ക്, 5 minute ഇഫ്താർ ഡ്രിങ്ക് ആട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 tablespoon ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആൻഡ് സം വാട്ടർ. അതിലേക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റൂഹ് അഫ്സ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൂഹ് അഫ്സയിൽ ഓൾറെഡി ഷുഗർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് ഒരു 1.5 tablespoon റൂഹ് അഫ്സ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഡ്രിങ്ക് റെഡിയായി. 5 minute കൊണ്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. സ്നാക്സ് ഞാൻ കുറച്ച് നെയ്ബേഴ്സിന് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് അധികം ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഇതായിരുന്നു എൻ്റെ ഒരു റമദാൻ ഡേ 1. ഹോപ്പ് യു എൻജോയ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. റബ്ബിൻ്റെ റഹ്മത്ത് തേടാനുള്ള ആദ്യ 10 ദിവസത്തിലാണ് നമ്മളിപ്പോൾ മാക്സിമം ദിക്റും ദുആകളും ഒക്കെ ചെയ്തിട്ട് പഠിച്ചവൻ്റെ റഹ്മത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഇബാദത്തിൻ്റെ അളവ് കൂട്ടുക, ഇബാദത്തിൻ്റെ ഇൻറ്റൻഷൻ കൂട്ടുക. എൻ്റെ ഈ ഒരു കുഞ്ഞു റമദാൻ ഡേ 1 വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.